നിങ്ങൾ പുറത്ത് ചിരിക്കുന്നവരാകും, പക്ഷെ ഉള്ളുകൊണ്ട് നിങ്ങൾ കരയുകയായിരിക്കും. മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങളൊരു അഭിനയം കാണിക്കുകയാണ്. എനിക്കൊരു കുഴപ്പവുമില്ല, ഞാൻ ഹാപ്പിയാണ്, നിങ്ങൾ ആരും എന്നെ തെറ്റിദ്ധരിക്കണ്ട എന്ന മനോഭാവത്തിലാണ് പലരുടെയും ജീവിതയാത്ര മുമ്പോട്ട് കടന്നു പോകുന്നത്. എന്നാൽ അവരുടെ ഉള്ള് ഉരുകി ഉരുകി മെഴുകുരുകുന്നത് പോലെ ഉരുകി കത്തി കത്തി ചാമ്പലാകുകയാണ്. എങ്ങനെ മുമ്പോട്ട് പോകും എന്നറിയത്തില്ല. സ്നേഹിച്ചവരെല്ലാം ഭാരമായി മാറുകയാണ്. ആരെ കരുതിയോ അവർ ഒരു ചോദ്യചിഹ്നമായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഇത്യാദി വേദനകൾ അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഈ സന്ദേശം മുഴുവൻ ഒന്ന് കേൾക്കണേ. ഇത് കേട്ട് കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ യേശുവിൽ കൂടെയുള്ള ഭയങ്കരമായ ഒരു സമാധാനവും നിങ്ങളുടെ ഉരുകിയ മനസ്സിനകത്ത് ഒരു ധൈര്യവും കിട്ടുവാൻ ഈ സന്ദേശം ഇടയാകും. പ്രിയരെ, ഇന്ന് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുകയാണ്. നിങ്ങളുടെ വീടിനകത്ത്, നിങ്ങളുടെ തലമുറയിൽ ഒരു ദൈവിക പദ്ധതി വെളിപ്പെടുകയാണ്. നാളിതുവരെ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത അനുഗ്രഹങ്ങൾ നിങ്ങളുടെ അടുക്കിലേക്ക് കൂടി വരികയാണ്. നിങ്ങളെ നശിപ്പിക്കുവാനും, നിങ്ങളെ ഒതുക്കാനും, നിങ്ങൾ പാർക്കുന്ന ദേശത്ത് നിങ്ങളെ ഓടിച്ചു കളയാനും, നിങ്ങളായിരിക്കുന്ന പൊസിഷന് നിങ്ങളെ വലിച്ചെറിയാൻ ചെന്നായ്ക്കൾ വാ പിളർന്നു വരുന്നത് പോലെ, സിംഹം ഇരയ്ക്കു വേണ്ടി പാഞ്ഞെടുത്തു വരുന്നത് പോലെ നിങ്ങളുടെ ആത്മീയതയും നിങ്ങളുടെ ആത്മീയ മേഖലകളെയും നിങ്ങളുടെ ശുശ്രൂഷ മണ്ഡലങ്ങളെയും നിങ്ങളുടെ ആരോഗ്യത്തെയും കുടുംബജീവിതത്തെയും ഭൗതിക നന്മകളെയും കാർന്നു തിന്നാൻ വരുന്ന ഒരു കൂട്ടം പൈശാചിക ശക്തികൾ നിങ്ങൾക്ക് നേരെ നിൽക്കുമ്പോൾ പരിശുദ്ധ ആത്മാവിൽ ഞാൻ പറയാം, നിങ്ങളുടെ മനസ്സ് ക്ഷീണിക്കരുത്, നിങ്ങൾ ധൈര്യം ക്ഷയിക്കരുത്, നിങ്ങൾ ഒരിക്കലും പുറകോട്ട് നോക്കരുത്, നിങ്ങൾ ഒരിക്കലും മതി എന്നൊരു വാക്ക് നിങ്ങളുടെ അധരത്തിൽ നിങ്ങൾ പറയരുത്. കാരണം ശക്തി പകരുന്നത്, ബലം പകരുന്നത് ദൈവമാണ്. ഒരു വിശുദ്ധ വേദപുസ്തകത്തിൽ ചിന്ത ഇങ്ങനെയാണ്. എബ്രായ ലേഖനം 12-ാം അധ്യായം 3-ാം വാക്യം. ആ വാക്യം ഇങ്ങനെയാണ്, ഞാൻ വായിച്ച് നിങ്ങളെ കേൾപ്പിക്കാം. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചും മടുക്കാതിരിപ്പാൻ പാപികളാൽ നേരിട്ട് നോക്കി ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചു കൊള്ളുവേ. എബ്രായ ലേഖന കർത്താവ് സഭയ്ക്ക് ദൂത് തരുമ്പോൾ പറയുകയാണ്, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതെ ഇരിപ്പാൻ. അപ്പം എവിടെയൊക്കെയോ മടുത്തു പോകുന്ന അവസ്ഥ, എവിടെയൊക്കെ ക്ഷീണിച്ചു പോകുന്നു. പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നതാണ്, പക്ഷെ ഇപ്പൊ ചെയ്യണമെന്നൊരാഗ്രഹമില്ല, പഠിക്കണമെന്ന് ആഗ്രഹമില്ല, ജോലി ചെയ്യണമെന്ന് ആഗ്രഹമില്ല, പ്രസംഗിക്കണമെന്ന് ആഗ്രഹമില്ല, സുവിശേഷ പ്രവർത്തനം ചെയ്യണമെന്ന് ആഗ്രഹമില്ല. ഇനി വയ്യ, എന്നെ കൊണ്ട് പറ്റത്തില്ല, ഞാൻ എന്തിനാ ഇങ്ങനെ കിടന്ന് സ്ട്രഗിൾ ചെയ്യുന്നേ, കഷ്ടപ്പെടുന്നേ, എന്ത് ചെയ്താലും ഒരു പ്രോഗ്രസ് ഉണ്ടാകുന്നില്ല, ഞാൻ ഇത്ര ഹാർഡ് വർക്ക് ചെയ്തിട്ട് എനിക്കൊരു പച്ച പിടിക്കാൻ പറ്റുന്നില്ല, ഞാൻ ദൈവസന്നിധിയിൽ ഇറങ്ങി തിരിച്ചിട്ട് ഇത്ര വർഷമായി, ഇന്ന് വരെ സ്വസ്ഥതയോ സമാധാനമോ എൻ്റെ ജീവിതത്തിൽ വന്നിട്ടില്ല, ഞാൻ എന്ത് ചെയ്താലും പരാജയമാണ്, ഞാൻ ആരെ കൂടെ കൊണ്ടുപോയാലും അവർ എനിക്ക് ദുഃഖമായി മാറുകയാണ്, എന്നെ സ്നേഹിക്കാൻ ആരുമില്ല, എന്നെ കരുതാൻ ആരുമില്ല. എൻ്റെ പ്രിയരെ, ഇങ്ങനെ ഒരു ചിന്തയിൽ നിങ്ങൾ എവിടെയോ കുരുക്കപ്പെട്ടിട്ടുണ്ടോ? ആ കുരുക്കപ്പെട്ട അവസ്ഥയിൽ നിങ്ങളുടെ ഉള്ള് ക്ഷീണിച്ച് വല്ലാത്ത അവസ്ഥയിൽ കുഴഞ്ഞ തകർന്ന ഒരു സാഹചര്യത്തിൽ കൂടെയാണ് നിങ്ങൾ ഇന്ന് കടന്നു പോകുന്നതെങ്കിൽ, ലോകമെമ്പാടുമുള്ള എൻ്റെ പ്രിയ പ്രേക്ഷകരോട് ഞാൻ പറയാം, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ധൈര്യം യേശു കർത്താവ് തരും. നിങ്ങളുടെ ഉള്ളിനകത്ത് ഒരു ദൈവ പദ്ധതി കർത്താവ് വെളിപ്പെടുത്തും. അതിനെന്ത് ചെയ്യണം? ഇനി നിങ്ങൾ തളർന്നു പോകില്ല. നിങ്ങൾ തളർന്നും ക്ഷീണിച്ചും പോകാനുള്ളവരല്ല. നിങ്ങൾ എവിടെയും ഒതുക്കപ്പെടാനോ എവിടെയും നിങ്ങൾ നാലാട മുമ്പിൽ പരാജയപ്പെടാനോ ഉള്ളവരല്ല. നിങ്ങൾ എവിടെ ക്ഷീണിക്കുന്നു അവിടെ നിങ്ങൾ കഴുകനെ പോലെ ചിറകടിച്ചുയരേണ്ടവരാ. നിങ്ങൾ എവിടെ തകർന്നു, എവിടെ നിങ്ങൾ മുടിഞ്ഞു പോകും എന്ന് നിങ്ങളെ തന്നെ നോക്കി പറയുന്നു, അവിടെ ദൈവം നിങ്ങളെ മാനിക്കും. അതുകൊണ്ട് ഇനിയും നിങ്ങൾ പുറകോട്ട് നോക്കി നിങ്ങളുടെ പരാജയങ്ങളെ കണ്ട് പുറുപുറുത്തും സ്വയം പ്രാഗിയും ഇങ്ങനൊരു ജീവിതം വേണ്ട, മതി എന്ന് നിങ്ങൾ വെക്കരുത്. അല്പം കുരുടാനകത്തോ
ഒരു പിടി കയറിനകത്തോ തീർക്കാനുള്ളതല്ല നിങ്ങളുടെ ജീവിതം. നിങ്ങളെ കാത്തിരിക്കുന്ന ഒരു പിതാവ് നമുക്ക് സ്വർഗത്തിലുണ്ട്. നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്ന, നമ്മുടെ ആഗ്രഹങ്ങൾ അറിയുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. അതുകൊണ്ട് ഇന്ന് രാവിലെ എബ്രായ ലേഖന കർത്താവിനോട് ചേർന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങളെ ക്ഷീണിപ്പിക്കുന്ന ഏത് വിഷയം, ഒരുപക്ഷെ നിങ്ങളുടെ മക്കളെ നോക്കുമ്പോഴാകാം, നിങ്ങളുടെ ജോലിയെ നോക്കുമ്പോഴാകാം, നിങ്ങളുടെ സാലറിയെ നോക്കുമ്പോഴാകാം, നിങ്ങളുടെ സാമ്പത്തിക ഭദ്രതയെ നോക്കുമ്പോഴാകാം, നിങ്ങൾ തുടങ്ങി വെച്ച ആ പ്രോജക്റ്റ്, അല്ലെങ്കിൽ ആ വീടിന്റെ പണി, അല്ലെങ്കിൽ ആ വിവാഹം, എന്തുമാകട്ടെ, നിങ്ങൾ എവിടെയാണ് ഈ ദിവസങ്ങളിൽ ഫെഡപ്പായി തകർന്നിരിക്കുന്നത്? മതി എന്ന് പറഞ്ഞ് രണ്ട് കൈയും തലയ്ക്ക് കൊടുത്ത് ഇങ്ങനെ ജീവിക്കുന്നേ? എന്തിനാണ് എന്ന ചോദ്യം നിന്നോട് തന്നെ ചോദിച്ച് ജീവിതം എന്തിനാ മടുത്തിരിക്കുന്നേ? ഇന്ന് രാവിലെ നിങ്ങൾക്ക് ഒരു പോംവഴിയുണ്ട്, നിങ്ങൾക്കൊരു വിടുതലുണ്ട്. ആ വിടുതലാണ് ഇന്ന് രാവിലെ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുന്നത്. അപ്പൊ ക്ഷീണിച്ചും നിരാശപ്പെട്ടും തൂങ്ങിയും ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ, എബ്രായ ലേഖന കർത്താവ് എബ്രായ ലേഖനം 12-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യത്തിൽ നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആ ക്ഷീണം മാറാൻ എന്ത് ചെയ്യണമെന്ന് 2-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയും. 2-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്: വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുവനായ യേശുവിനെ നോക്കുക. പ്രൈസ് ദി ലോർഡ്. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. ആരെ നോക്കണം? നമ്മുടെ നേതാക്കന്മാരെ അല്ല, കൂട്ടുകാരെ അല്ല, നമ്മുടെ സഹപാഠികളെ അല്ല, കൂടെ ശുശ്രൂഷിക്കുന്ന, കൂടെ ജോലി ചെയ്യുന്ന ആളുകളെ ഒന്നും നിങ്ങൾ മുഖത്ത് നോക്കരുത്. നിങ്ങൾ അവരുടെ മുഖത്ത് നോക്കിയാൽ നിങ്ങൾ പരാജയപ്പെട്ടു പോകും. കാരണം അവരാരും നിങ്ങളെ ഉയരാൻ സമ്മതിക്കുകയില്ല, വളർത്തുകയില്ല. അവർ നിങ്ങൾ ഉയരുന്നു എന്ന് കാണുമ്പോൾ അവർ നിങ്ങളെ ചവിട്ടാനാണ് നോക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഈ മനുഷ്യരുടെ മുഖത്തേക്ക് നിങ്ങൾ നോക്കി നിങ്ങളുടെ സമയം വേസ്റ്റ് ആക്കരുത്. പകരം നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണം വരുമ്പോൾ നിങ്ങൾ യേശുവിന്റെ മുഖത്തേക്ക് നോക്കണം. യേശുവിന്റെ മുഖത്തേക്ക് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾ ഈ ജീവിതയാത്രയിൽ അഭിവൃദ്ധി പ്രാപിക്കും. അതുകൊണ്ട് വേദപുസ്തകം പറയുന്നു, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ച് പോയതുമില്ല. ഈ എളിയവർ നിലവിളിച്ചു, യഹോവ കേട്ടു. അനർത്ഥങ്ങളിൽ നിന്നും സകല കഷ്ടങ്ങളിൽ നിന്നും യഹോവ അവരെ വിടുവിച്ചു എന്നാണ് കാണുന്നതെങ്കിൽ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കൂ, ഒരിക്കലും നിങ്ങൾ ക്ഷീണിക്കത്തില്ല. ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കൂ, ഒരിക്കലും നിങ്ങൾ തകർന്നു പോകത്തില്ല. പിശാചു പറയും, നിങ്ങളിവിടെ ആ നിരാശയായും നിങ്ങൾ തകർന്നു പോകും, നിങ്ങളുടെ കുടുംബം തകരും, നിങ്ങൾ 4 നില പൊട്ടും, ഈ ദേശത്ത് നിങ്ങൾ ഓടിപ്പോകും, അല്ലെങ്കിൽ നിങ്ങൾ മരിക്കും, ഇവിടെ കിടന്ന് ഇവിടം കൊണ്ട് തീരും എന്ന് നിങ്ങളുടെ മുഖത്ത് നോക്കി പിശാചു പറഞ്ഞാലും, പിശാചു ചിലരെ എഴുന്നേൽപ്പിച്ച് നിങ്ങളോട് പറഞ്ഞാലും, നിങ്ങൾ അവരുടെ മുഖമോ അവരുടെ വാക്കോ നിങ്ങൾ കേട്ട് കണ്ട് നിങ്ങൾ ക്ഷീണിച്ചെന്ത് ചെയ്യരുത്, പോകരുത്. നിങ്ങൾ തീരാനുള്ളവരല്ല, തളരാനുള്ളവരല്ല. പകരം നിങ്ങൾ യേശുവിന്റെ മുഖത്തേക്ക് നോക്കിയാൽ, ആ നല്ല കർത്താവിന്റെ മുഖത്തേക്ക് നിങ്ങൾ നോക്കിയാൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവ് നിങ്ങളെ ഉയർത്തുക തന്നെ ചെയ്യും. അപ്പോ ഏത് പ്രശ്നങ്ങളും, ഏത് മടുപ്പിക്കുന്ന അവസ്ഥകളും, ഏത് നിരാശകളും ക്ഷീണവും നമ്മളെ അലതല്ലിയാലും നമ്മൾ ആരെ നോക്കിയാൽ മതി? നമ്മുടെ കർത്താവിനെ നോക്കിയാൽ മതി. അതുകൊണ്ട് നമുക്ക് മുമ്പേ ഇറങ്ങിയവരും പിൻപേ ഇറങ്ങിയവരും എങ്ങനെയും ആകട്ടെ, നമ്മുടെ ജീവിതത്തിൽ ഏതൊക്കെ പ്രശ്നങ്ങൾ, താങ്ങാൻ കഴിയാത്ത സാഹചര്യങ്ങൾ, പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥകൾ, എവിടെ നോക്കിയാലും കുറ്റപ്പെടലുകളും ഒറ്റപ്പെടലുകളും ഒക്കെയാണ് നിങ്ങൾ അനുഭവിക്കുന്നതെങ്കിൽ, നിങ്ങളെ ആരൊക്കെ ഈ ഭൂമിയിൽ മാറ്റി നിർത്തിയാലും, നിങ്ങളെ ചേർത്ത് വെക്കേണ്ടവർ കുറ്റപ്പെടുത്തി നീ ഒരു കുറ്റക്കാരനായി കുറ്റക്കാരിയായി നിന്നെ അവഗണിച്ച് നിർത്തിയാലും തളരരുത്, നിരാശപ്പെടരുത്. ദൈവത്തിന്റെ യേശുവിന്റെ മുഖത്തേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക? നോക്കുക. 1 പത്രോസ് 5:7 ആ വാക്യം ഒന്ന് വായിക്കണം കേട്ടോ. അവിടെ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നത് എന്താ അറിയാമോ? നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവീനെന്നാ. ഇന്ന് നിങ്ങളെ ഭരിക്കുന്ന ചിന്താകുലമില്ലേ? നാളെ ഓർത്ത്, ഭാവിയോർത്ത്, ശുശ്രൂഷയോർത്ത്, കുടുംബത്തെ ഓർത്ത് ഒരു ചിന്താകുലം നിങ്ങളെ ഭരിക്കുന്നില്ലേ? ആ സകല ചിന്താകുലവും ആ തമ്പുരാന്റെ കയ്യിൽ എന്ത് ചെയ്യുക? ഇട്ടങ്ങ് കൊടുക്കുക. എന്നിട്ട് പറയുക, ദൈവമേ, എനിക്ക് ഇന്ന് ജീവിക്കാൻ
ഈ ശക്തി കൊണ്ട് പറ്റത്തില്ല. ഇന്ന് എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഈ പ്രതിസന്ധി വലുതാണ്. അതുകൊണ്ട് എന്നെ ഒന്ന് ശക്തീകരിക്കണേ, എന്നെ ഒന്ന് ബലപ്പെടുത്തണേ, എന്നെ കൃപയിലൊന്ന് നിർത്തണമേ എന്ന് പറഞ്ഞൊന്ന് പ്രാർത്ഥിച്ചു നോക്കിക്കേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ സഹോദരങ്ങളെ, യേശുവിൻ്റെ മുഖത്തേക്ക് നിങ്ങൾ നോക്കൂ. യേശുവിൻ്റെ മുഖം മാത്രം നിങ്ങൾ കണ്ടാൽ മതി. ആരുടെ മുഖം കറുത്താലും ആരുടെ മുഖം മാറിയാലും നിങ്ങൾ നിരാശപ്പെടേണ്ട. യേശുവിൻ്റെ മുഖം മാറുന്നുണ്ടോ, യേശുവിന് നിങ്ങളെ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് മാത്രം നിങ്ങൾ ഇന്ന് പകൽ നോക്കിയാൽ മതി. അതുകൊണ്ട് പത്രോസ് പറയുകയാണ്, നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുക. അവന്റെ മേൽ ഇട്ടുകൊടുത്താൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 28-ാമത്തെ വാക്യത്തിൽ ഞാൻ നിങ്ങൾക്ക് വിശ്രാമം തരും എന്നാണ്. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാവിലെ എൻ്റെ സഹോദരങ്ങളോട് ഈ മെസ്സേജ് ഷെയർ ചെയ്യുന്ന മറ്റു പലർക്കും അയച്ചു കൊടുക്കുന്ന പ്രിയപ്പെട്ടവരോട്, ഒത്തിരി രോഗത്തിൽ കൂടെ കഷ്ടങ്ങളിൽ കൂടെ കടന്നു പോകുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട്, പല നിലയിലും കാര്യങ്ങൾ ചെയ്തിട്ടും രക്ഷപ്പെടാൻ കഴിയാതെ എവിടെയോ മൂക്കിടിച്ചു നിൽക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട്, സഹായിക്കാൻ പല കരങ്ങളും ഉണ്ടായിട്ട് ഒരു കരവും നിങ്ങളുടെ മുമ്പിൽ അനുകൂലമായി വരാതെ നിങ്ങൾ എവിടെയോ ക്ഷീണിച്ചും തകർന്നു വിരിക്കുന്നെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, നിങ്ങളുടെ ഉള്ളിൽ യേശുവിന് സ്ഥാനം കൊടുക്ക്. യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കൂ. വിശ്വാസത്തിന്റെ നായകനാണ് എൻ്റെ യേശു. അപ്പോൾ തന്നെ ആ വിശ്വാസം പൂർത്തീകരിക്കുന്നവനാണ് എൻ്റെ യേശു. ഇത്രയും നാൾ നിങ്ങൾ വിശ്വസിച്ച പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നടന്നിട്ടില്ലെങ്കിൽ ഇന്ന് രാവിലെ നിങ്ങളോട് ഞാൻ പറയാം, ആ വിശ്വാസം പൂർത്തീകരിക്കാൻ ഒരേ ഒരു വഴി, അത് യേശുവിൻ്റെ മുഖത്ത് നോക്കുക എന്നുള്ളതാണ്. യേശുവിൻ്റെ മുഖത്ത് മാത്രം നിങ്ങൾ നോക്കൂ, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. നിങ്ങൾക്ക് വേണ്ടതെല്ലാം ആ കർത്താവ് നൽകി തരും. ഞാൻ ഇന്ന് രാവിലെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. എൻ്റെ കൂടെ ചേർന്ന് നിങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചേട്ടെ. യേശുവിന് ഒത്തിരി ഇഷ്ടമുള്ള പ്രിയപ്പെട്ടവരെ, യേശുവിന് ഒത്തിരി സ്നേഹമുള്ള പ്രിയപ്പെട്ടവരെ, ഇന്ന് രാവിലെ യേശുവിൻ്റെ ആ സ്നേഹത്തിലും ഇഷ്ടത്തിലും നിങ്ങളെ ഏൽപ്പിച്ചു കൊടുത്ത് കർത്താവിനോട് പറ, കർത്താവേ, ഞാൻ ക്ഷീണിച്ചിരിക്കുകയാ, ഞാൻ തളർന്നിരിക്കുകയാ, ഈ തളർച്ചയിൽ നിന്ന്, ക്ഷീണത്തിൽ നിന്ന് എന്നെ പുറത്തു കൊണ്ടുവരണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചേ. കർത്താവാം ദൈവമേ, സ്വർഗീയ പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിക്കുന്നു. കർത്താവിൻ്റെ സ്നേഹം, അവിടുത്തെ കരുതൽ ഞങ്ങൾക്കുള്ളതിനായി സ്തോത്രം. ഞങ്ങൾ ക്ഷീണിച്ചിരിക്കുമ്പോൾ അങ്ങയുടെ മുഖത്തേക്ക് നോക്കുക എന്ന് ഞങ്ങളോട് പറഞ്ഞല്ലോ. അങ്ങ് വിശ്വാസത്തിന്റെ നായകനാണ്, അങ്ങ് പൂർത്തി വരുത്തുന്നവനാണ് എന്ന് ഞങ്ങളോട് പറഞ്ഞല്ലോ. അങ്ങയുടെ ആ വലിയ സാന്നിധ്യം കൊണ്ടും കൃപ കൊണ്ടും കർത്താവേ, ഇന്ന് ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണേ. എല്ലാവരോടും ദൈവം കരുണ കാണിക്കണമേ. എല്ലാവരോടും ദൈവം ദീർഘക്ഷമ കാണിക്കണമേ. എല്ലാവരോടും കർത്താവ് ദയാലുവായി കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തുണ്ടെങ്കിലും ഞങ്ങൾക്ക് കമന്റ് ചെയ്യുക. ഞങ്ങൾ കുടുംബമായി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും കേട്ടോ. നിങ്ങളൊന്നും കൂടി നിരാശപ്പെടേണ്ട. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക, ഈ മിനിസ്ട്രിയെ ഓർത്ത് പ്രാർത്ഥിക്കുക. നിങ്ങൾ ഞങ്ങളെ ഓർക്കുക. ആമേൻ. അതുപോലെ നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ എന്താണെങ്കിലും അത് ഞങ്ങളോട് പറയുക. ഞങ്ങൾ തീർച്ചയായും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കേട്ടോ. നിങ്ങൾ ക്ഷീണിച്ചു പോകരുത്. ക്ഷീണത്തിൽ അല്ല നിങ്ങൾ മുമ്പോട്ട് പോകണ്ടേ. ക്ഷീണിക്കുമ്പോൾ നിങ്ങൾ നോക്കേണ്ടത് എവിടെയാണ്? ആ യേശുവിൻ്റെ മുഖത്തേക്ക് നിങ്ങൾ നോക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.